ഹലോ മച്ചാവരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോൺ, അതുപോലെ തന്നെ സാംസങ്, അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ, പിന്നെ വൺ പ്ലസിൻ്റെ ഒരു മോഡൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ അത് കൂടാതെ നമ്മൾ വീഡിയോ എപ്പോഴും കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവം ടാബ് ഉണ്ടോ എന്നുള്ളത്. നമ്മൾ മുന്നത്തെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ടാബ് വെച്ചിട്ട് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തെന്നാണ് ഇവർ നമ്മളോട് ഫീഡ്ബാക്ക് പറഞ്ഞത്. അപ്പോൾ ടാബ് നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഞാൻ ഫസ്റ്റിൻ്റെ അടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഐഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാംസങ് ആയിക്കോട്ടെ, ഏതൊരു ഫോൺ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 3000 ദിർഹംസിന് മുകൾക്കാണ് റേറ്റ് വരുന്നത്. പക്ഷെ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ സാലറി ഇല്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതായത് നമുക്ക് ഈ എക്സ്ട്രാ പലിശ കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. നമുക്ക് ഈ എമൗണ്ട് 4 സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് പേ ചെയ്യാൻ പറ്റും. പിന്നെ ടാബിൻ്റെ ഒരു സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ടാവും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇവർ നിങ്ങൾക്ക് പറഞ്ഞുതരും, ഇവരെ കോൺടാക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഐഫോൺ 15 ആയിക്കോട്ടെ, അതുപോലെ തന്നെ S24 അൾട്ര ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു 3000 ദിർഹംസിൻ്റെ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ടാബ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ നമ്മൾ ചോദിക്കുകയാണ്, അപ്പോൾ എത്ര നമുക്ക് സ്റ്റാർട്ടിങ് എമൗണ്ട് വരും? സ്റ്റാർട്ടിങ് വരുന്നത് 800 ആ റേഞ്ച് വരും. 800 ആ റേഞ്ചിൽ നമുക്ക് ആ ഒരു, അതായത് 800 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3000 ദിർഹംസിൻ്റെ ഒരു ഫോൺ നിങ്ങൾക്ക് എടുത്ത് പോകാം. അതായത് 4 അടവായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ടാബ് വഴി പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും പറ്റും. എമൗണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 4 മാസം കംപ്ലീറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ അതും ക്ലോസ് ചെയ്യാം. പിന്നെ നിങ്ങളത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റ് കൂടും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് 3000 അല്ല 4000 അല്ല വലിയ അത്ര കൂടിയ എമൗണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് ടാബ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ടാബിൻ്റെ ഒരു പ്രൊമോഷനായി മാറാം. അപ്പോൾ എന്താ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക്, അതായത് ഒരുപാട് പേർക്ക് ഫോൺ എടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ടമാര ഓക്കെ, അത് നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. അതിൻ്റെ ബോർഡ് ഇവിടെ ഇല്ല, പക്ഷെ നമുക്ക് അത് ഇവിടെ അവൈലബിൾ ഉണ്ട്. ചിലരുടെ ആ ഒരു അതിൻ്റെ കാർഡ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്കിവിടെ, അത് 4 പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് അടച്ചുവിടാം. അങ്ങനെ അതും പറ്റും. പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് അതും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഫസ്റ്റ് നമ്മുടെ ഗൂഗിൾ പിക്സൽ തുടങ്ങിയാലോ? നമുക്ക് അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ലൊക്കേഷൻ പറഞ്ഞുതരാം. നമ്മുടെ ദുബായ് അൽഫയദ് സ്ട്രീറ്റിൽ ഐഗാഡ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഗൂഗിൾ പിക്സൽ തുടങ്ങാം. ഗൂഗിൾ പിക്സൽ ഏത് തുടങ്ങണ്ടേ? Pixel 9 തുടങ്ങാം. Pixel 9. ഓക്കെ, Pixel 9 ഇത് നമുക്ക് അതിന് റേറ്റ് വരുന്നത്? അത് വരുന്ന റേറ്റ് 128 ആണെങ്കിൽ 2000 റേഞ്ച് വരും. 2000 ആ റേറ്റിന് നമുക്ക് Pixel 9 കേട്ടോ. ഇതിൽ നമുക്ക് വേറെ 256 വരുന്നുണ്ടോ? 256 ഉണ്ടല്ലോ. 256 2599. ഇതിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ടല്ലേ? പിങ്ക് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, ഫോറസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, Pixel 9. ഈ ഒരു പിങ്ക് കളർ ഞങ്ങൾക്ക് തോന്നിയാൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് തോന്നുന്നു അല്ലേ? ലേഡീസിനൊക്കെ പറ്റിയൊരു കളറാണ്. അതേപോലെ തന്നെ Pixel 9 നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളർ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തത് 9 Pro. Pixel 9 Pro ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് എങ്ങനെ വരുന്നത്? Pixel 9 Pro ആണെങ്കിൽ 256 ആണെങ്കിൽ 3550. ഇനി നമുക്ക് ഇതിൽ Pixel 9 Pro XL. ഇപ്പം നിലവിൽ നമുക്ക് എക്സലിനും അതുപോലെ തന്നെ പ്രോയും തമ്മിൽ നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ കുറവ്? കൂടുതൽ എക്സലിനാണ് കുറവ്. റേറ്റ് കുറവ്. പ്രോന് കുറച്ച് വില കൂടുതലാണ്, ഡിമാൻഡ് മാർക്കറ്റിൽ. അതുകൊണ്ടാണ്. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റത്തെ വീഡിയോയിൽ ഒരുപാട് കമൻറ്റ് വന്നത് നിങ്ങൾക്ക് പ്രൈസ് പറഞ്ഞ് തെറ്റിപ്പോയതാണോ? അതുകൊണ്ടല്ല, നിങ്ങൾക്ക് പ്രോ XL എടുക്കുന്നതാവും ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി വലിയ ഫോണാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൂടുതൽ കിട്ടും. വില കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിമാൻഡ് ആയതുകൊണ്ടാണ് ഇതിന് വില കുറവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? Pixel 9 Pro XL ആണെങ്കിൽ 128 എടുത്തോ 2850. അതേപോലെ നമുക്ക് 512 ആണെന്നുണ്ടെങ്കിൽ 512 ആണെങ്കിൽ 3575. ഓക്കെ, ഇതിൽ നമുക്ക് 256 ഉണ്ട്. 256 ഉണ്ട്. 256 എടുത്തോ 3150. ഓക്കെ, മാർക്കറ്റിൽ ബെസ്റ്റ് പ്രൈസ്. ഓക്കെ, നമുക്ക് ബെസ്റ്റ് പ്രൈസ് എന്നാണ് നിങ്ങൾക്ക് പിന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ പൊതുവെ എല്ലാത്തിനും പ്രൈസ് നല്ല കൂടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങൾ, അതായത് നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതായത് നല്ല പ്രൈസിൽ നല്ല മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഐഫോണിൻ്റെ ആയാലും നമ്മൾ സാംസങ്ങിൻ്റെ ഒക്കെ ആയാലും നിങ്ങൾ വാങ്ങാൻ വരുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് കോളിന് നല്ല പ്രൈസിൽ മാറ്റം വരുന്നുണ്ടല്ലോ എന്നുള്ളതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും അത് മെൻഷൻ ചെയ്യാറുണ്ട്. ജസ്റ്റ് പ്രൈസ് നോക്കിയിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. അടുത്ത് നമുക്ക് വൺ പ്ലസിൻ്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ബ്രോ, ഇതെന്താ സംഭവം? വൺ പ്ലസ് ആദ്യമായിട്ടാണ് നമ്മളെ ചോദിക്കുന്ന ഒരു ഫോൺ തന്നെയാണ്.
വൺ പ്ലസ് ഓപ്പൺ എല്ലാവരും എൻക്വയറി ചെയ്യുന്ന ഫോൺ തന്നെയാണ്. ഡിമാൻഡ് കൂടിയാണ് പ്ലസ് ഓപ്പൺ. മാർക്കറ്റിൽ കുറവാണ് സാധനം കിട്ടാൻ. വൺ പ്ലസ് ഓപ്പൺ ഇതിന് നമുക്ക് റേറ്റ് എങ്ങനെയായിരുന്നു അപ്പോൾ? ഇത് റേറ്റ് വരുന്നത് 4050. 4050. ഓക്കെ. ഇത് എത്ര GB? ഇത് 512. ഓക്കെ. അപ്പോൾ വൺ പ്ലസിൻ്റെ കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോയിലൊന്ന് കാണിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ വൺ പ്ലസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വൺ പ്ലസിന് അപ്പോൾ ഡിസ്പ്ലേൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ. ഓക്കെ. വൺ പ്ലസ് അങ്ങനെ കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അടുത്ത നമുക്ക് ഐഫോൺ രാജാവ്. ഓക്കെ. ഐഫോണിൽ നമുക്ക് ചെറുന്ന് തുടങ്ങണം വലുന്ന് തുടങ്ങണം? ചെറുന്ന് തുടങ്ങല്ലേ. കാരണം നമ്മൾ കഴിഞ്ഞാലൊക്കെ ഫുള്ള് വലുന്ന് തുടങ്ങിയത്. അപ്പോൾ ചെറിയ മോഡൽസ് മുതൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കണ്ടേ? ഫസ്റ്റ് 13 കൊടുക്കാം. 13 128 GB. 13 120 GB ആണെങ്കിൽ 1699. ഓക്കെ. 13 128 GB. പിന്നെ ചെറിയ മോഡലൊക്കെ നിങ്ങൾ നാട്ടിലത്തെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസമല്ലേ വരുള്ളൂ. ബേസ് മോഡലിൽ നമുക്ക് ചെറിയ വ്യത്യാസം വരുള്ളൂ. നിങ്ങൾ വലിയ മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഡിഫറൻസ് ഉണ്ടാവും, നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് 14 കൊടുക്കാം. 14 128 ആണെങ്കിൽ 1950. 1950 അല്ലേ? ഇപ്പോൾ വില പിന്നെയും കുറഞ്ഞതാണ്. ആദ്യം 2000 എബോവ് ഉള്ള പ്രൈസ് ആണ്. ഇപ്പോൾ വില കുറഞ്ഞു 1950. ഓക്കെ. മാർക്കറ്റിൽ എവിടെയും ഇല്ലാത്തൊരു പ്രൈസ് ആണ്. നിങ്ങൾക്ക് എവിടെയും ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്തേ. കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നേരെ 15 പോവാം. 15 15 128 ആണെങ്കിൽ 2250. 2250. ഓക്കെ. 15 128 GB. ഇതിൽ നമുക്ക് വേറെ വേരിയന്റ് വരുന്നുണ്ടോ? അതിന്റെ 256. 256 2875. ഓക്കെ. ഇനി അടുത്ത നമുക്ക് 15 സൈസ് ഒന്നും കൂടി വലുത് ഇതല്ലേ സാധനം? ഇത് നമുക്ക് തന്നെ റേറ്റ് വരുന്നത് 15 128 ആണെങ്കിൽ 2575. 2575. ഇതിൽ നമുക്ക് 250 ആണെന്നുണ്ടെങ്കിൽ 3199. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് 15 Pro ഒക്കെ ഇപ്പം നിലവിലുണ്ട് മാർക്കറ്റിൽ. 15 Pro ഉണ്ട്. പക്ഷെങ്കിൽ വില സെയിം വില തന്നെയാണ്. അതിന്റെ ഇത് മാർക്കറ്റ് ഇത് ഇനിയും ഡൗൺ ആയിക്കില്ല. അതിന്റെ 256 ആണെങ്കിൽ 3800 കൊടുക്കാം. കാരണം മാർക്കറ്റിൽ എവിടെയും കിട്ടാത്ത നല്ലൊരു റേറ്റ് 3800. അതിന് 15 Pro 128 ഉണ്ട്. 128 ആണെങ്കിൽ 3400 കൊടുക്കാം. ആ റേറ്റിന് വരും 3400 dirhams. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് 15 Pro Max എന്താ അവസ്ഥ? 15 Pro Max ഒറ്റ വില കൊടുക്കാം 4000. 4000 dirhamsന്. 4000 dirhamsന് 15. അത് നമുക്ക് എത്ര GB ആണ്? 256 GB. 256 GB. പിന്നെ ഇനി അടുത്ത് നമുക്ക് അതിൽ 512 ഉണ്ട്. അപ്പോൾ നിലവിൽ 512 ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ എന്നറിയുള്ള വില. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് Pro Max 50 Pro Max പറഞ്ഞില്ലേ? ഇനി നമുക്ക് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന iPhone 16. ഈ ഒരു മോഡൽ എന്താ പാട് ഇപ്പോൾ മാർക്കറ്റിൽ? പുതിയൊരു മൂവിങ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അധികം 16 തന്നെ കൊണ്ടുപോകണം. 16 ക്യാമറയും എല്ലാം നോക്കുകയാണെങ്കിൽ 16 സീരീസിൽ ഇത് നമുക്ക് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് ബ്രോ? ഇതിന്റെ 16 128 ആണെങ്കിൽ ഇപ്പോൾ ഏത് കളേഴ്സ് ആണെങ്കിലും 2750 128 GB. 2750. അതുപോലെ 256 ആണെങ്കിൽ 3099 വരും. 3099. ഓക്കെ. പിന്നെ അതിൻ്റെ തന്നെ 15 പ്ലസ് പോലെ 16 പ്ലസ് ഉണ്ട്. ഓക്കെ. ഇപ്പം നമുക്ക് ഇതിൽ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ സ്പെക്കാണ് 16 വരുമ്പോൾ? 16 സ്പെക്കിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ജപ്പാൻ ഇന്ത്യയിലോ സെയിം റേറ്റ് ആണ്. അതിപ്പോൾ TRA ആണെങ്കിൽ ജപ്പാൻ ആണെങ്കിൽ ഇന്ത്യ ആണെങ്കിലും 1 ഫിസിക്കലാണ് 1 eSIM ആണ്. വാറണ്ടി ഐഫോണിൽ നോക്കുമ്പോൾ 1 year ഇന്റർനാഷണൽ വാറണ്ടി. അതായത് എവിടെയും വാറണ്ടി കിട്ടും. ഇപ്പോൾ എവിടെയാണെങ്കിലും യൂസ് ചെയ്യുന്നത് അവിടെ ഇന്റർനാഷണൽ വാറണ്ടിയാണ് ആപ്പിളിലെ. ഓക്കെ. അതാണ് 16. അടുത്ത നമുക്ക് 16 പ്ലസ് സാധനം അവിടെ ഇരിക്കുന്നത്. ഓക്കെ. 16 പ്ലസ് എങ്ങനെ റേറ്റ് വരുന്നത്? 16 പ്ലസ് 128 GB ആണെങ്കിൽ 3199. 3199. ഓക്കെ. അതിൽ നമുക്ക് 256 ആണെന്നുണ്ടെങ്കിൽ 56 512 സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് എൻക്വയറി ചെയ്തേ വാട്സാപ്പിൽ പ്രൈസ് എന്നൊരു അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത നമുക്ക് 16 Pro. അതായത് ഇപ്പോൾ ഒരുപാട് പേര് റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് എവിടെ സാധനം അവിടെ അതവിടെ ഉണ്ട്. ഓക്കെ. 16 Pro നമുക്ക് ഇതിൻ്റെ റേറ്റ് എങ്ങനെ വരുന്നത്? 16 Pro 128 3650. 3650. അതേപോലെ തന്നെ നമുക്ക് 250 ആണെങ്കിൽ ഇപ്പോൾ വില കുറച്ച് കൂടിയതാണ്. കാരണം കഴിഞ്ഞ മുമ്പത്തെ വീഡിയോ 39 38 ആ റേഞ്ചിലാണ് ഉണ്ടായത്. ഇപ്പോൾ കുറച്ച് വില കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 4099. 4099. ഇനി വില കുറയാം കൂടാ. ജസ്റ്റ് നിങ്ങൾ വരുന്ന മുമ്പ് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തേ വാട്സാപ്പിൽ. എന്നിട്ടുള്ള വില അപ്ഡേറ്റ് ആക്കി തരും. ഓക്കെ.
ഇത് തന്നെ നമുക്ക് 512 ആണെന്നുണ്ടെങ്കിൽ 16 Pro 512 ആണെങ്കിൽ 4699. 4699. ഇപ്പോൾ 16 പ്രോയിലൊക്കെ നമ്മൾ പറയുന്നത് ജപ്പാൻ്റെ പ്രൈസ് അല്ല, ജപ്പാൻ സ്പെക്ക്. TRA ജസ്റ്റ് 100-200 ദിർഹംസ് ഡിഫറൻസ് ഉണ്ടാവും. മാർക്കറ്റിൽ അന്നത്തെ വാല്യൂ എന്നാണോ ആ ഒരു പ്രൈസ് ഉണ്ടാവും. ഓക്കെ. ഇനി ഇതിൽ തന്നെ നമുക്ക് 1 TB ആണെന്നുണ്ടെങ്കിൽ 1 TB ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്തേ വാട്സപ്പിൽ, പിന്നെ കോൾ ആണെങ്കിൽ അതിനുള്ള പ്രൈസ് അപ്ഡേറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പ്രോ മാക്സ് സീരീസ് ആണ്. ഓക്കെ. ഇപ്പോൾ അതിലൂടെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 16 Pro Max 1 TB എന്ന് പറഞ്ഞാൽ ഓക്കെ 16 Pro Max 1 TB ആണെങ്കിൽ 5750. 5750. അതിൻ്റെ തന്നെ 5125099. ഓക്കെ. ഇനി അതിൽ തന്നെ 56 ഇപ്പോൾ പിന്നെ വില സെയിം വില തന്നെയാണ് പോകുന്നത്. 4300. 4300. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ 128 ഇല്ല. 128 ഇല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെയും പ്രൈസ് ആണ്. ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജപ്പാൻ്റെ പ്രൈസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ജപ്പാൻ സ്പെക്ക്. ഇപ്പോൾ TRA ആണെങ്കിൽ ജസ്റ്റ് ഒരു ഡിഫറൻസ് ഉണ്ട്. TRA ആണെങ്കിൽ US ആണെങ്കിൽ കുറവായിരിക്കും. പക്ഷേ ഇത് എല്ലാം വരുന്നത് 1 ഫിസിക്കലാണ് 1 EC. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വാറണ്ടി നോക്കുന്നതാണെങ്കിൽ ആപ്പിൾ ഇന്റർനാഷണൽ വാറണ്ടി ആണ്. ഇതിനു മുമ്പ് ഒരു ഇത് വന്നതന്നെയാണ് ജപ്പാനിൽ ഷട്ടർ ഔട്ടിന്റെ ഒരു ഇതുണ്ട്. ഇപ്പോൾ 16 സീരീസിൽ ഇതുവരെ ആ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അധിക കസ്റ്റമറും ജപ്പാനാണ് അധികവും എടുക്കുന്നത്. ഓക്കെ. അടുത്ത നമുക്ക് എയർപോർട്സ് പറയാം. എയർപോർട്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് 4 ആണ്. 4ന്റെ ANC ഉണ്ടാവും, അതായത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാവും. വിത്തൗട്ട് ANC ഉണ്ടാവും. വിത്തൗട്ട് ANC ആണെങ്കിൽ കൊടുക്കാം 475, അതായത് 475 ദിർഹംസ് മാത്രം. 475 വിത്തൗട്ട് ANC ആണ്. ഇതിന്റെ തന്നെ ANC വരുന്നത് 599. അതുപോലെ തന്നെ അന്നും ഇന്നും അധികം ആളും ഇപ്പോൾ 4നെക്കാട്ടും കൂടുതൽ മൂവ് ചെയ്യുന്നത് Pro 2 Type C ആണ്. 15 സീരീസിന്റെ ഒപ്പം ഇറങ്ങിയ ഒരു മോഡല്. ഇതിന്റെ വില വരുന്നത് 710 ദിർഹംസ്. ഓക്കെ. ആ റേറ്റ് അല്ലേ. പിന്നെ അതുപോലെ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ വാച്ച് അൾട്രാ 2 ഉണ്ട്. അൾട്രാ 2 ആണെങ്കിൽ 2599 വരും. 2599. പിന്നെ അതുപോലെ മാക്ബുക്ക് അധികം ആളും എൻക്വയറി ചെയ്യുന്ന ഒരു സാധനമാണ് മാക്ബുക്ക്. ഇതിപ്പോൾ എത്ര സ്പെക്ക് വരുന്നത്? ഇത് മാക്ബുക്കിന്റെ വരുന്നത് M1 13 ഇഞ്ച് 256 8GB. ഇതിന്റെ വില വരുന്നത് 2250. 2250 ദിർഹംസ്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് മാക്ബുക്കൊക്കെ നമുക്ക് എല്ലാവർക്കും അതായത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ആവശ്യമുള്ള സംഭവമാണ്. ഇതൊക്കെ ചിലപ്പോൾ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാനില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ ടാബിയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് ഇവിടെ എല്ലാ പ്രൊഡക്റ്റിനും ടാബി നമുക്ക് ചെയ്തു കൊടുക്കാം. പ്രൊഡക്റ്റിനല്ല എമൗണ്ട് ആണ് ടാബ്. അതിപ്പോൾ എത്ര എമൗണ്ട് ആണോ, ചെറിയ എമൗണ്ട് ആണ് ചെറിയ എമൗണ്ട്. ഇപ്പോൾ നോർമൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ജസ്റ്റ് എന്തൊരു സാധനം എടുക്കുന്നതാണെങ്കിൽ ടാബ് ചെയ്യണം, ടാബ് ചെയ്യാം. ഇന്ന സാധനം ഒന്നുമില്ല, എമൗണ്ടിനാണ് ടാബ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തും ടാബ് കൊടുത്ത് വാങ്ങാം. അപ്പോൾ ഈ പറഞ്ഞ ലാപ്ടോപ്പ് ആണെങ്കിലും ഐപാഡ് ആണെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഏത് മോഡലാണോ അതിന്റെ സ്പെക്ക് ഒന്ന് വാട്സപ്പ് ചെയ്തായി ഓൺ ദ സ്പോട്ട് ടാബിന്റെ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് പറഞ്ഞു കൊടുത്തരാം. എല്ലാം ചെയ്തു. നമുക്ക് ഇവിടെ വരണം നിർബന്ധമൊന്നുമില്ലല്ലോ. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ലിങ്ക് ചെയ്തുതരും. അത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണോ അത് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അടുത്ത നമുക്ക് ഇത് പറയാം, സാംസങ്. അടുത്ത നമുക്ക് സാംസങ്ങിലോട്ട് വരുമ്പോൾ ഏതാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? S24 FE ഉണ്ട്. S24 256 എടുത്തോ 1699. ഇത് എഫിന്റെ റേറ്റിലായിരുന്നു. S24 FE എത്ര റേറ്റ് തന്നെ? 1699. ഇത് എത്ര GB? 256. ഓക്കെ. ഇത് TDR തന്നെയല്ലേ? TDR വേർഷൻ ആണ്. നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആണ്. അടുത്ത നമുക്ക് S23 Ultra 256 GB എടുത്തോ 2510. ഓക്കെ. ഇത് നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആണ്. പിന്നെ S24 Ultra 256 ആണെങ്കിൽ 2870. ഇതിൽ തന്നെ നമുക്ക് 512 ഉണ്ട്. 512 എടുത്തോ 3575. S24 Ultra നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബെസ്റ്റ് പ്രൈസ് അല്ലേ കൊടുത്തിരുന്നത്? ബെസ്റ്റ് പ്രൈസ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കിക്കോളി, പ്രൈസ് കൂടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഓരോ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞ് എടുക്കല്ലേ. അറബിക്കിന്റെ വിലയാണ് ഇപ്പൊ തന്നത്. TRന്റെ വില കൂടിയിന്. അപ്പൊ അതിന്റെ പ്രൈസ് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും. അത് അപ്ഡേറ്റ് ചെയ്തുതരാം, വാട്സപ്പിൽ എൻക്വയറീസ് ചെയ്താൽ. ഓക്കെ. ഇപ്പോഴത്തെ വിലയാണെങ്കിൽ പിന്നെ 2950. ആ റേറ്റ് TDR വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ തോന്നുന്നു നമ്മൾ TDR 256 കൊടുത്തിരുന്നത് ഏകദേശം 2800 സംതിങ് ആ റേറ്റൊക്കെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ, ഏകദേശം 100 ദിർഹംസ് 150 ദിർഹംസ് ഒക്കെ റേറ്റ് കൂടിയ ഒരു ഐറ്റത്തിന്. അപ്പോൾ ഓക്കെ, ആ ഒരു കാരണം കൊണ്ട് കൂടാനാണ് ചാൻസ്. ഓക്കെ. അതായത് നമ്മൾ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ നമ്മൾ 15 സീരീസ് തന്നെ നിങ്ങൾ നോക്കിക്കോളി, റേറ്റ് കൂടുകയാണ് ചെയ്തത്. അത് കൂടാനൊരു ഇങ്ങനെ ആലോചിച്ചാൽ അതായത് ഇത് മാർക്കറ്റിൽ പിന്നെ സാധനം സ്റ്റോക്ക് വരാത്തതുകൊണ്ടാണ് അത് റേറ്റ് കൂടി പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് ആ ഒരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ S24 ആയാലും അതേപോലെ തന്നെ ഇനി നിങ്ങൾ നോക്കിക്കോളി, റേറ്റിൽ വലിയ മാറ്റമില്ല. കാരണം നമ്മൾ S23 അൾട്രനെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്താൽ മതി. കാരണം കഴിഞ്ഞ ഇയറിൽ അതേപോലെ ഈ സംഭവം വരുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആവും. ഇനി നമുക്ക് അടുത്തത് ഫ്ലിപ്പ് 6 കൊടുക്കാം. ഫ്ലിപ്പ് 6 ആണെങ്കിൽ 2475. ഇത് എത്ര GB ആണ്? 25 GB. അടുത്തത് നമുക്ക് അടുത്തത് ഫോൾഡ് 6 കൊടുത്തോ. 256 GB ആണെങ്കിൽ 4200. ഇനി അടുത്ത് നമുക്ക് അപ്പോൾ എത്ര മോഡൽ നമുക്ക് ഇവിടെ Z Fold 5 വെച്ചിട്ടുണ്ട്. എന്താ നമുക്ക് തന്നെ റേറ്റ് വരുന്നത്? 5ന് എത്ര കൊടുക്കാം? 3650. 286 GB ആണ്. 50. ഓക്കെ, ഇത് അറബിക് വേർഷൻ ആണ്. അറബിക് വേർഷൻ. ഇതൊക്കെ അറബിക്കാണ്. ഓക്കെ, അറബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് വേർഷൻ ആണ്. അത് നമുക്ക് വാറണ്ടി ഉണ്ടാവില്ല അല്ലേ? വാറണ്ടി ഉണ്ടാവില്ല. സാംസങ് വാറണ്ടി ഉണ്ടാവില്ല. സാംസങ് വാറണ്ടി ഉണ്ടാവുക TRS സ്പെക്കിലാണ്. ഓക്കെ, TDRA എന്നുള്ള സ്റ്റിക്കർ വരുന്നതാണ്. അതായത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേണ്ടിയിട്ടും TDRA സ്റ്റിക്കർ ഉണ്ട്. സാംസങ് നിങ്ങൾക്ക് വാറണ്ടി വേണമെന്നുള്ളവർ നിങ്ങൾ അത് നോക്കി വാങ്ങല്ലേ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വരെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിന് ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു.